മറ്റുള്ളവരുടെ വളർച്ചയെക്കുറിച്ച് നോക്കിക്കണ്ട് അതിനെ കുറ്റപ്പെടുത്തി അല്ലെങ്കിൽ അതിൻ്റെ വേരിയേഷൻസ് ഒക്കെ സംസാരിച്ച് ഉൾക്കൊള്ളുക. എനിക്കിതെങ്ങനെ അപ്ലൈ ചെയ്താൽ എങ്ങനെ വർക്കൗട്ടാവും, നമ്മുടെ ലിമിറ്റേഷൻസും നമ്മുടെ ക്യാരക്ടറും നമ്മൾ ഏത് കാര്യത്തിലാണ് ഇമോഷൻസ് ആവുന്നതും എല്ലാം നമുക്ക് മനസ്സിലാവും. മറ്റുള്ളവരിൽ ഫോക്കസ്ഡ് ആണ് എല്ലാവരും, അവനവനിലേക്കല്ല. നമ്മൾ ഒരിക്കലും നമ്മുടെ കുറവുകളോ അല്ലെങ്കിൽ നമ്മുടെ ലിമിറ്റേഷൻസ് എന്താണെന്ന് പോലും നമ്മൾ അറിയാൻ പോലും താല്പര്യപ്പെടുന്നില്ല എന്നുള്ളതാണ്. പരുന്ത് ഒരുപാട് വർഷങ്ങൾ ജീവിക്കുന്നൊരു പക്ഷിയാണ്, വളരെ ഉയരത്തിൽ പറക്കുന്ന ശക്തിയുള്ളൊരു പക്ഷിയാണ്. പരുന്തിനെ തോൽപ്പിക്കാൻ പ്രയാസകരമാണ്, അറിയാലോ. അതിൻ്റെ ആയുസ് ഒടുങ്ങുന്നു എന്ന് മനസ്സിലാവുമ്പോൾ തൂവലുകളെല്ലാം കൊഴിയും. ഒളിച്ചിരുന്നിട്ട് അതിൻ്റെ നഖവും പല്ലും കൊക്കും ചിറകുമൊക്കെ അടർന്നടർന്ന് വീണ് വീണ്ടും പുനർജനിക്കും. നമ്മുടെ തെറ്റുകളെ അംഗീകരിച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഗ്രോത്ത് കിട്ടും. നമസ്കാരം മാം. നമസ്കാരം. നല്ലൊരു വെൽബീയിങ്ങിന് വേണ്ടിയിട്ട് എന്തൊക്കെ പ്രിൻസിപ്പിൾസ് ആയിരിക്കും നമ്മൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരേണ്ടത്? ഓക്കെ, ലോ ഓഫ് അട്രാക്ഷനെ ബേസ് ചെയ്തിട്ട് തന്നെ നമുക്ക് തീർച്ചയായിട്ടും തുടരാം. ഓക്കെ, അതായത് നമ്മൾ ലോ ഓഫ് പ്രിൻസിപ്പിൾസിൽ പറയുന്ന ആദ്യം രണ്ട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു വെച്ചു. അതിനെ തുടർന്നുള്ളതാണ് അക്സെപ്റ്റൻസ്. ലോ ഓഫ് അക്സെപ്റ്റൻസും ലോ ഓഫ് ഗ്രോത്തും. എന്ത് കാര്യത്തെയും അക്സെപ്റ്റ് ചെയ്യുക. നിങ്ങൾ എന്ത് സ്റ്റാറ്റസിലാണ് നിൽക്കുന്നത്, നിങ്ങളുടെ കഴിവെന്താണ്. നമ്മളിപ്പോൾ നമ്മുടെ ഒരു സുഹൃത്ത് വലിയ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, അദ്ദേഹത്തിനെല്ലാം നേടിയെടുക്കാൻ കഴിയുന്നുണ്ട്. നമ്മളതിൽ നിരാശപ്പെട്ടിട്ട് വല്ല കാര്യമുണ്ടോ? ഇല്ല. നിരാശയെ മാറ്റി നിർത്തിക്കൊണ്ട് നമ്മളുടെ കഴിവെന്താണ് എന്നുള്ളതിനെ, നമ്മുടെ കുറവുകൾ എന്താണ് ആദ്യം മനസ്സിലാക്കേണ്ട. നമ്മുടെ കുറവുകളാണ് ഈ ലിമിറ്റഡായ മനുഷ്യരെല്ലാവരും ഒരുപാട് മനുഷ്യൻ എന്ന് പറയുന്നത് അൺലിമിറ്റഡ് ക്വാളിറ്റിയുള്ള സ്പീഷ്യസാണ്. ഇത് മനസ്സിലാക്കാതെയാണ് നമ്മൾ മറ്റൊരാളുടെ കഴിവിൽ നിന്നുകൊണ്ട് നമ്മളിലേക്ക് ചിന്തിക്കുന്നത്. എനിക്കിത് പറ്റുമോ എന്നൊക്കെയുള്ളത്. അത്തരം ചിന്തകളെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു ആത്മവിശ്വാസം ഉണ്ടാവുക, കോൺഫിഡൻസ് ലെവൽ കൂട്ടുക. അതിലൂടെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. എൻ്റെ ലിമിറ്റ് ഇതാണ്, അതിനപ്പുറത്തേക്ക് എനിക്ക് പറക്കാൻ കഴിയും, പക്ഷേ ഞാൻ ഈ റൂട്ട് എടുത്താൽ ശരിയാവില്ല. ചില ആളുകളുണ്ട്, ധാരാളമായിട്ട് കാര്യങ്ങൾ പറയും, പ്രവൃത്തി ചെയ്യില്ല. അതെ, മെജോറിറ്റി ഉള്ളവർ അങ്ങനെ തന്നെയാണെന്ന് തോന്നുന്നു. അതെ, മറ്റു പല കാര്യങ്ങളിലൂടെ അവർ സഞ്ചരിക്കും. മറ്റുള്ളവരുടെ വളർച്ചയെക്കുറിച്ച് നോക്കിക്കണ്ട് അതിനെ കുറ്റപ്പെടുത്തി അല്ലെങ്കിൽ അതിൻ്റെ വേരിയേഷൻസ് ഒക്കെ സംസാരിച്ച് കുറ്റവും ഒക്കെ സംസാരിച്ച് ഇന്ന കാരണങ്ങളുണ്ട്, ഇതുകൊണ്ടാണ് എന്നൊക്കെ പറയും. പൈസ ഉണ്ടെങ്കിൽ അത് മോശമായ രീതിയിലാണ് അവർ സമ്പാദിച്ചത് എന്നൊക്കെ ഉള്ള രീതിയിലുള്ള കുറ്റങ്ങൾ നിരത്തുക പതിവുണ്ട്. അതിനെ മാറ്റി നിർത്തിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും? ധാരാളം പഠിച്ച് കുറേ സർട്ടിഫിക്കറ്റ്സ് കയ്യിൽ വെക്കുന്നതിൽ ഒരു കാര്യമില്ല. അത് പ്രവൃത്തിയിലെടുക്കണം, ഇല്ലേ? നമ്മൾ സ്കൂൾ തലത്തിലും PGയും PhDയും MPhil ഒക്കെ കഴിഞ്ഞ് നമ്മൾ പുറത്തിറങ്ങുന്ന സമയത്ത് ധാരാളം നോളജ് നമ്മുടെ കയ്യിലുണ്ട്. പക്ഷെ അതെങ്ങനെ അപ്ലൈ ചെയ്യും? പ്രാക്ടിക്കൽ ലൈഫിൽ അത് എത്തിയാൽ മാത്രമല്ലേ, ആ ഒരു അക്സെപ്റ്റൻസിലേക്ക് വന്നാൽ മാത്രമല്ലേ നമുക്കത് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഈ അപ്ലൈ ചെയ്യുന്ന രീതിയിൽ നമ്മൾ ഉൾക്കൊള്ളുക. എനിക്കിതെങ്ങനെ അപ്ലൈ ചെയ്താൽ എങ്ങനെ വർക്കൗട്ടാവും, നമ്മുടെ ലിമിറ്റേഷൻസും നമ്മുടെ ക്യാരക്ടറും നമ്മൾ ഏത് കാര്യത്തിലാണ് ഇമോഷൻസ് ആവുന്നതും എല്ലാം നമുക്ക് മനസ്സിലാവും. നമുക്ക് മാത്രമേ അതറിയുള്ളൂ. മനുഷ്യന് 3 മുഖമുണ്ട്: സമൂഹത്തിൽ കാണിക്കുന്നത്, ഫാമിലിയിൽ കാണിക്കുന്നത്, നമ്മുടെ ഉള്ളിൽ തന്നെയുള്ളത്. 20% നമ്മുടെ ഉള്ളിൽ തന്നെയുള്ളത്. ബാക്കി 40 നമ്മൾ സമൂഹത്തിലും കുടുംബത്തിലും കാണിക്കുന്നതാണ്. ഈ 20% മാറ്റിയിരിക്കുന്ന ആ മുഖമുണ്ടല്ലോ, അതിനെയാണ് നിങ്ങൾ റീവർക്ക് ചെയ്യേണ്ടത്. റീവർക്ക് ചെയ്ത് അതിലേക്ക് നമ്മൾ സകല രീതിയിലുള്ള ക്വാളിറ്റീസും എടുക്കുക. എന്നിട്ട് അക്സെപ്റ്റ് ചെയ്യുക, ഉൾക്കൊണ്ട ശേഷം പ്രാക്ടിക്കൽ ലൈഫിലേക്ക് എത്തിക്കഴിയുമ്പോഴേക്കും നമുക്കതിൽ ഗ്രോത്ത് എത്താനായിട്ട് സാധിക്കും. എങ്ങനെയാണ് ഞാൻ എന്നെ ഡെവലപ്പ് ചെയ്യുക, അതിലൂടെ എങ്ങനെയാണ് എനിക്ക് ഗ്രോത്ത് ഉണ്ടാവുക? മറ്റുള്ളവരിലേക്ക് സഞ്ചരിക്കാതെ സ്വയം സഞ്ചരിച്ചു കൊണ്ടിനെ ഗ്രോത്തിന് വേണ്ടിയിട്ട് എന്തൊക്കെ ഞാൻ ചെയ്യണം? ഇപ്പോഴുള്ള പൊതുസമൂഹത്തിന് മെയിനായിട്ട് പറയുന്നത്, ഇപ്പോൾ മാം പറഞ്ഞതുപോലെ തന്നെ അവനവനിലേക്ക് നോക്കുക എന്നുള്ളതല്ല. ഇപ്പോൾ മറ്റുള്ളവന് എന്താണ് അടുത്ത, ഇപ്പോൾ അയാൾക്ക് പ്രൊമോഷൻ കിട്ടി, അല്ലെങ്കിൽ അവരിപ്പോൾ വളരെ സെറ്റിൽഡായിട്ട് ജീവിക്കുന്നു, അല്ലെങ്കിൽ അവർക്ക് കുറേ കാശുണ്ടാവണു, അങ്ങനെ മറ്റുള്ളവരിൽ ഫോക്കസ്ഡ് ആണ് എല്ലാവരും, അവനവനിലേക്കല്ല. നമ്മൾ ഒരിക്കലും നമ്മുടെ കുറവുകളോ അല്ലെങ്കിൽ നമ്മുടെ ലിമിറ്റേഷൻസ് എന്താണെന്ന് പോലും നമ്മൾ അറിയാൻ പോലും താല്പര്യപ്പെടുന്നില്ല എന്നുള്ളതാണ്. അതെ, ശരിക്കും പറഞ്ഞാൽ ഈ വളരെ ഉന്നതിയിലേക്ക് എത്തുന്ന മനുഷ്യർ, മാനസികമായിട്ടൊക്കെ എത്തുന്ന മനുഷ്യർ അവനവനിലേക്ക് തന്നെ ചുരുങ്ങി, അവനവനിലേക്ക് തന്നെ നമ്മളൊരു ഉൾക്കാഴ്ച, അല്ലേ, അത് വരുമ്പോഴല്ലേ നമ്മൾ എപ്പോഴും തീർച്ചയായിട്ടും നമ്മുടെ പോരായ്മകൾ കണ്ടുപിടിക്കുകയും കറക്റ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത്. അപ്പൊ ഇതേപോലുള്ള മാർഗങ്ങളൊക്കെ അതിന് ഏറ്റവും ഉത്തമമാണ്. കാരണം നമ്മൾ ഉള്ളിലേക്ക് നോക്കുമ്പോൾ ചുരുങ്ങുകയല്ല, അതെ, നമ്മൾ വികസിക്കുക ചെയ്യുന്നത്. അതെ. ശരിക്കും നമുക്ക് ഈ ഒരു പ്രശ്നത്തിൽ ഞാൻ ഇത്രയേ ഉള്ളൂ, എൻ്റെ ഒരു എന്താ പറയുക, എക്സ്പാൻഡ് ചെയ്യാൻ പറ്റുന്നത് എനിക്ക് ഇത്രയേ ഉള്ളൂ എന്ന് മനസ്സിലാക്കുമ്പോൾ പോരാ, ഇതിനപ്പുറത്തേക്ക് എനിക്ക് സഞ്ചരിക്കണം എന്നുള്ളൊരു തോന്നൽ നമുക്ക് ഉള്ളിലുണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും വികസിക്കാനുള്ള
ഒരു സഹജീവികൾക്കുണ്ടാകുന്ന നമ്മളുടെ ചുറ്റുപാടുകളിൽ നിന്നുകൊണ്ട് തന്നെ അവരിൽ സംഭവിക്കപ്പെടുന്ന ആ ഒരു വികസനത്തെ നോക്കിക്കാണുമ്പോൾ നമുക്ക് ഉള്ളിൽ തോന്നലുണ്ടാകും. പരുന്തിൻ്റെ ഒരു കഥ ഞാൻ പറയാം. അതായത് പരുന്ത് കഥകൾ ഒരുപാടല്ലേ, കഥകളാണ് ഇഷ്ടം. അതെ, പരുന്തിനൊരു നേച്ചറുണ്ട്. അതായത് പരുന്ത് ഒരുപാട് വർഷങ്ങൾ ജീവിക്കുന്നൊരു പക്ഷിയാണ്, വളരെ ഉയരത്തിൽ പറക്കുന്ന ശക്തിയുള്ളൊരു പക്ഷിയാണ്. പരുന്തിനെ തോൽപ്പിക്കാൻ പ്രയാസകരമാണ്, അറിയാലോ. പരുന്തിൻ്റെ തൂവലുകളെല്ലാം അതിൻ്റെ ആയുസ് ഒടുങ്ങുന്നു എന്ന് മനസ്സിലാവുമ്പോൾ തൂവലുകളെല്ലാം കൊഴിയുന്ന സമയത്ത് ഒരു 6 മാസം അല്ലെങ്കിൽ 7 മാസക്കാലം 8 മാസക്കാലം അത് പോയിട്ട് ഒളിച്ചിരുന്നിട്ട് അതിൻ്റെ നഖവും പല്ലും കൊക്കും ചിറകുമൊക്കെ അടർന്നടർന്ന് വീണ് വീണ്ടും പുനർജനിക്കും. പരമാവധി ശക്തിയിൽ അത് വീണ്ടും പുനർജനിക്കുകയും ഉയരത്തിൽ പറക്കാനുള്ള ഒരു പ്രാപ്തിയിലേക്ക് അത് എത്തുകയും ചെയ്യും. അതെന്തുകൊണ്ടറിയോ? അക്സെപ്റ്റൻസ് വന്നതുകൊണ്ടാണ് അവിടെ. ഓക്കെ, എനിക്ക് ഈ ഒരു ലിമിറ്റഡ് ആയ സമയത്ത് എനിക്ക് ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. ഞാൻ ആ ബുദ്ധിമുട്ടുകളെ ഉൾക്കൊള്ളുക, ഞാൻ റെസ്റ്റ് എടുക്കുക, മനസ്സിലാക്കുക, കാര്യങ്ങളെ പഠിക്കുക, അതിനുശേഷം അപ്ലൈ ചെയ്യുക. ഈ ഒരു അപ്ലൈ ചെയ്യുന്ന രീതിയിൽ വളരെയധികം ഒരു മനസ്സിലാക്കൽ ഉൾക്കൊണ്ടുകൊണ്ട് അപ്ലൈ ചെയ്ത് കഴിയുമ്പോഴേക്കും പൂർവാധികം ശക്തിയായിട്ട് നമുക്ക് മുന്നിലേക്ക് വരാൻ സാധിക്കും. അപ്പോൾ അതിൻ്റെ ആ പരുന്തിൻ്റെ ചിറകുകളുമൊക്കെ വളരെ ശക്തമായി വീണ്ടും പുനർജനിച്ച് കഴിയുമ്പോൾ കിളിർത്ത് കഴിയുമ്പോഴേക്കും അത് ഉയരത്തിൽ പറക്കാനുള്ള സാഹചര്യമായി ശക്തിയായി. ഈ അക്സെപ്റ്റൻസിന്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഈ അക്സെപ്റ്റൻസ് ഇല്ല എന്നുള്ളതാണ്. തെറ്റുകളെ അംഗീകരിക്കുക. അതെ, നമ്മുടെ തെറ്റുകളെ അംഗീകരിച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഗ്രോത്ത് കിട്ടും. ഇതിനെല്ലാം തർക്കമാണ്, ഈഗോ ആണ് മനുഷ്യർക്ക്. അതെ അതെ, ഈഗോ ഫസ്റ്റ് തന്നെ നമ്മുടെ ഈ ഒരു പേഴ്സണൽ ഈഗോ ഓടിച്ച് കളയാതെ നമുക്ക് ഒന്നിലും വിജയിക്കാൻ പറ്റില്ല. സോഷ്യൽ ഈഗോ നല്ലതാണ്. സോഷ്യൽ ഈഗോ എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ ഒരു സുഹൃത്ത് വിജയിച്ചു, അതുപോലെ തന്നെ നമുക്ക് ആവണം, എനിക്ക് മാത്രമേ ആവാൻ പറ്റൂ എന്നുള്ളതാണ് പേഴ്സണൽ ഈഗോ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെയല്ല, മറ്റുള്ളവരെ പോലെ ഉയരത്തിലേക്ക് നമുക്ക് എന്തുകൊണ്ട് എത്തിക്കൂടാ? ഇതിനെല്ലാം നമുക്ക് ഫ്രീ വില്ലാണെന്നേ, നമുക്ക് ചോയ്സ് തിരഞ്ഞെടുക്കാം. നമ്മുടെ മുന്നിൽ വളരെ ഫ്രീ ഹാൻഡായിട്ട് ഈ കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾ തിരഞ്ഞെടുക്കാതെയും നിങ്ങൾ അതിനു വേണ്ടി അക്സെപ്റ്റൻസ് ഇല്ലാതെ പരിശ്രമിക്കാതെയും ഇരുന്നാൽ ഗ്രോത്ത് ഉണ്ടാവണം എന്ന് വിചാരിച്ചാൽ നടക്കില്ല. എന്നിട്ട് പറയും ലോ ഓഫ് അട്രാക്ഷൻ വർക്ക് ചെയ്യുന്നില്ല. ഓഫ് കോഴ്സ് വർക്ക് ചെയ്യും. കഴിഞ്ഞ അധ്യായത്തിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഞങ്ങളുടെ ഒരു കഥയിൽ എൻ്റെ പേഴ്സണൽ ഒരു എക്സ്പീരിയൻസ് ആണ് ഞാൻ പറഞ്ഞത്. അതെ, അതിലൂടെ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഇത് വർക്ക് ചെയ്യും. അറിയില്ലാത്തൊരു കാര്യത്തിൽ നമ്മൾ അന്ന് മനസ്സിലാക്കാതെ ചെയ്തൊരു കാര്യമാണ്. അറിയില്ലാഞ്ഞിട്ട് പോലും നമ്മളത് ചെയ്തു വെച്ചതിൽ നമുക്ക് വർക്ക് ചെയ്തുവെങ്കിൽ പിന്നീട് ഞാൻ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കിയപ്പം എത്രയും മേൽ നമുക്ക് വർക്ക് ചെയ്യിക്കാൻ പറ്റും. നമ്മുടെ ഗ്രോത്ത് കൂടിക്കൊണ്ടിരിക്കും. തീർച്ചയായിട്ടും ഈ ഗ്രോത്തിലേക്ക് എല്ലാവരും എത്തട്ടെ എന്നുള്ളതാണ് എനിക്ക് അതെ, പറയുന്നത്. തീർച്ചയായിട്ടും. അപ്പം ഈ പ്രിൻസിപ്പിൾ മറക്കാതിരിക്കുക. ലോ ഓഫ് അക്സെപ്റ്റൻസും ലോ ഓഫ് ഗ്രോത്ത്. നമസ്കാരം. താങ്ക് യു.